അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇൽമുൽ അറൂദിൽ ഇതിനോടകം നമ്മൾ 9 ബഹ്റുകൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ആ ബഹ്റുകളൊക്കെ ഉണ്ടായിത്തീർന്നിട്ടുള്ള ജുസ്ഉകൾ ഏതെല്ലാമാണ്, അവയിൽ വരുന്ന അറൂദുകൾ, ദർബുകൾ ഏതെല്ലാം രൂപത്തിലാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളോടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് 10ാമത്തെ ബഹ്റാണ്. 10ാമത്തെ ബഹ്റിൻ്റെ പേര് അൽ മുൻസരിഹു, മുൻസരിഹ എന്നാണ്. ഓക്കെ, കിതാബിലേക്ക് നോക്കാം. അൽ ആഷിറു അൽ മുൻസരിഹു. ഇനി മുൻസരിഹ എന്നുള്ള ബൈത്ത്, അത്തരത്തിലുള്ള ഒരു ബഹർ ഉണ്ടായിത്തീർന്നിട്ടുള്ള ജുസ്ഉകൾ അതിൻ്റെ ഉടനെ തന്നെ നമുക്ക് കാണാം. വ അജ്സാഉഹു, മുൻസരിഹ എന്നുള്ള ബഹറിൻ്റെ ജുസ്ഉകൾ മുസ്തഫ്ഇലുൻ മഫ്ഊലാത്തു മുസ്തഫ്ഇലുൻ മറത്തൈനി. ഓക്കെ, 2 പ്രാവശ്യം മുസ്തഫ്ഇലുൻ മഫ്ഊലാത്തു മുസ്തഫ്ഇലുൻ മുസ്തഫ്ഇലുൻ മഫ്ഊലാത്തു മുസ്തഫ്ഇലുൻ എന്ന് പറയുന്നതിനെ കുറിച്ചാണ് നമ്മൾ മുൻസരിഹ എന്നുള്ള ബഹർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിലുള്ള അറൂദുകളും ദർബുകളും ഏതെല്ലാം രൂപത്തിൽ വരും? വ ആരിളുഹു സലാസത്തുൻ, ഈ ബഹറിൽ വരുന്ന അറൂദുകൾ, അതായത് 1ാമത്തെ മിസ്റയിലുള്ള അവസാനത്തെ ജുസ് സലാസത്തുൻ 3 രൂപത്തിൽ വരുന്നതാണ്. കഅളുറുബിഹി, ഈ ബഹറിലുള്ള ദർബുകളെ പോലെ തന്നെ. അപ്പോൾ മുൻസരിഹ എന്നുള്ള ബഹറിൽ അറൂദുകളും 3 രൂപത്തിൽ വരുന്നു, ദർബുകളും 3 രൂപത്തിൽ വരുന്നുവെന്നർത്ഥം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് അൽ ഊല, അറൂദിൻ്റെ 1ാമത്തെ രൂപം സ്വഹീഹത്തുൻ, യാതൊരു പ്രശ്നവുമില്ലാതെ മുസ്തഫ്ഇലുൻ മഫ്ഊലാത്തു മുസ്തഫ്ഇലുൻ എന്ന് അതുപോലെ തന്നെ ഉള്ളതാണ് 1ാമത്തെ അറൂദിൻ്റെ രൂപം. എന്നാൽ ഇങ്ങനെ വരുന്ന അറൂദിനോടൊപ്പമുള്ള ലൊർബോ വ ലൊർബുഹ മത്വിയ്യുൻ, ഇങ്ങനെ വരുന്ന അറൂദിൻ്റെ ലൊർബ് മത്വിയ്യുൻ, ത്വയ്യ് ബാധിച്ചതായിരിക്കും. ത്വയ്യ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹദ്ഫുർ റാബിഇ സാക്കിൻ അല്ലേ. മുസ്തഫ്ഇലുൻ എന്നുള്ളിടത്തെ 4ാമത്തെ സാക്കിനായിട്ടുള്ള ഫായിനെ കളയുന്നതിനെ കുറിച്ചാണ്, മുസ്തഇലുൻ എന്നാകുന്നതിനെ കുറിച്ചാണ് നമ്മൾ ത്വയ്യ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ മുഫ്തഇലുൻ എന്നുള്ള വസൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ബൈത്തിൽ അതിലെ അറൂദ് മുസ്തഫ്ഇലുൻ എന്നുള്ള രൂപത്തിൽ തന്നെയായിരിക്കും, പക്ഷേ അതിലുള്ള ലൊർബ് മുഫ്തഇലുൻ എന്ന രൂപത്തിലായിരിക്കും. അതായത് ത്വയ്യ് ബാധിച്ച മുസ്തഫ്ഇലുൻ എന്നുള്ള ജുസ് ആയിരിക്കുമെന്നർത്ഥം. ഓക്കെ, അപ്പോൾ അതിന് കീഴിലുള്ള ബൈത്തൊന്ന് പറഞ്ഞു നോക്കാം. ഇന്ന ബിനാ സൈദിൻ ലാ സാല മുസ്തഅ്മീല ലിൽ ഖൈരി യുഫ്ഷി ഫീ മിസ്രിഹിൽ ഉറൂഫ. ഓക്കെ, ഈ ഒരു രൂപത്തിലാണ് അത് വന്നിട്ടുള്ളത്. നമുക്കതൊന്ന് തഖ്തിഅ ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ഇന്ന ബിനാ സൈ എന്ന് വരെയുള്ള ആ സാക്കിനായിട്ടുള്ള യാ വരെയുള്ള ഭാഗത്ത് ആദ്യത്തെ മുസ്തഫ്ഇലുൻ എന്ന് നമുക്ക് കാണാവുന്നതാണ്. അത് കഴിഞ്ഞ് ദിൻ ലാ സാല, ദിൻ ലാ സാല എന്നുള്ളത് അടുത്ത മഫ്ഊലാത്തു എന്നും കാണാവുന്നതാണ്. അത് കഴിഞ്ഞ് മുസ്തഅ്മിലൻ എന്നുള്ളതോ അടുത്ത മുസ്തഫ്ഇലുൻ എന്ന് പൂർണ്ണ രൂപത്തിൽ തന്നെ സ്വഹീഹായിട്ട് തന്നെ നമുക്ക് കാണാവുന്നതാണ് അല്ലേ. ഇനി അടുത്തത് ലിൽ ഖൈരി യുഫ് എന്ന് വരെയുള്ള ഭാഗം അടുത്ത മുസ്തഫ്ഇലുൻ എന്ന് കാണാവുന്നതാണ്, സാക്കിനായിട്ടുള്ള ഫ വരെയുള്ള ഭാഗം. അത് കഴിഞ്ഞ് ഷീ ഫീ മിസ്രി, ഓക്കെ, ആ മക്സൂറായിട്ടുള്ള റാ വരെയുള്ള ഭാഗത്തെ ഷീ ഫീ മിസ്രി എന്ന് വരെയുള്ള ഭാഗം വരെ നമുക്ക് അടുത്ത മഫ്ഊലാത്തു എന്ന് കാണാവുന്നതാണ്. അത് കഴിഞ്ഞ് ഹിൽ ഉറുഫ, ഹിൽ ഉറുഫ എന്നുള്ള ഭാഗം എന്തായിട്ടും കാണാവുന്നതാണ്, മുഫ്തഇലുൻ എന്നുള്ള വസനിലായിട്ടും കാണാവുന്നതാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ത്വയ്യ് ബാധിച്ചിട്ടുള്ള മുസ്തഫ്ഇലുൻ എന്നുള്ള വസന് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അതോടുകൂടെ അറൂദിൻ്റെയും ദർബിൻ്റെയും ഒരു രൂപം കഴിയുന്നു. ഇനി 2ാമത്തത് അസാനിയത്തു മൗഖൂഫത്തുൻ മൻഹൂക്കത്തുൻ. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് മൻഹൂക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാവുന്നതാണ്. അതായത് മാ ദഹബ സുലുസാഹു. ഓക്കെ, ഒരു ബഹറിൽ നിന്നും അതിലെ 2/3 ഭാഗം പോയ ബൈത്തിനെ കുറിച്ചാണ് നമ്മൾ മൻഹൂക്കത്ത് എന്ന് പറയുന്നത്. അപ്പോൾ മുസ്തഫ്ഇലുൻ മഫ്ഊലാത്ത് മുസ്തഫ്ഇലുൻ എന്നുള്ള ആ ഒരു മുൻസരിഹിൻ്റെ ജുസ്ഉകളിൽ 6 ജുസ്ഉകളാണുള്ളത് അല്ലേ. 1ാമത്തെ മിസ്റയിൽ 3 ജുസ്ഉകൾ, 2ാമത്തെ മിസ്റയിൽ 3 ജുസ്ഉകൾ. അപ്പോൾ അതിൽ നിന്നുള്ള 4 ജുസ്ഉകൾ പോയ ബൈത്തിനെ കുറിച്ചാണ് നമ്മൾ മൻഹൂക്കത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് മുസ്തഫ്ഇലുൻ മഫ്ഊലാത്തു എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ.
ആദ്യത്തെ 2 ജുസ്ഉകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നർത്ഥം. അപ്പോൾ അസാനിയത്തു അറൂലിൻ്റെ രണ്ടാമത്തെ രൂപം മൗഖൂഫത്തുൻ. മൗഖൂഫത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന അറൂല്, അതായത് മഫ്ഊലാത്തു എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ മഫ്ഊലാത്തു എന്നുള്ളതിൽ വഖഫ് ബാധിച്ചിട്ടുണ്ടാകും. വഖഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്കാനു ആഖിരിൽ വത്ദിൽ മഫ്റൂഖ് അല്ലെ, വത്ദിൽ മഫ്റൂഖിലെ അവസാനത്തെ ഹർഫിനെ സുക്കൂൻ നൽകുന്നതിനെ കുറിച്ചാണ്. അതായത് മഫ്ഊലാത്തു എന്നുള്ളതാണ് അവിടെയുള്ള വത്ദിൽ മഫ്റൂഖ്. ആ വത്ദിൽ മഫ്റൂഖിലെ അവസാനത്തെ ആ താഇനിക്ക് സുക്കൂൻ നൽകുന്നതിനെ കുറിച്ചാണ് മഫ്ഊലാത്ത്, അതായത് മഫ്ഊലാൻ എന്നുള്ള വസനാകുന്നതിനെ കുറിച്ചാണ് നമ്മൾ വഖഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കീഴിലുള്ള ബൈത്ത് നോക്കാം. അതിനു മുമ്പ് വളർബുഹാ മിസ്ലുഹാ, ഇങ്ങനെ വരുന്ന അറൂലിൻ്റെ ലൊറബും അതുപോലെ തന്നെയായിരിക്കും. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൻഹൂക്കത്ത് എന്ന് പോലത്തെ ബൈത്തുകളിലൊക്കെ അറൂലും ലൊറബും ഒരേ കാര്യം തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ വഖഫ് ബാധിച്ച മഫ്ഊലാത്തു എന്നുള്ള വസനാണ് വരുന്നത്. അതിൻ്റെ ബൈത്താണ് വബൈത്തുഹു സബറൻ ബനി അബ്ദിദ്ദാർ. ഓക്കെ, അവിടെ സബറൻ ബനി എന്നുള്ളിടത്ത് ആദ്യത്തെ മുസ്തഫ്ഇലുൻ എന്ന് നമുക്ക് കാണാവുന്നതാണ്. അത് കഴിഞ്ഞ് അബ്ദിദ്ദാർ എന്നുള്ളതോ അത് മഫ്ഊലാൻ എന്നുള്ള രൂപത്തിലാണ് വരുന്നത്. അതായത് വഖഫ് ബാധിച്ചിട്ടുള്ള മഫ്ഊലാത്തു എന്നുള്ള വസനാണ് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് അസാലിസത്തു. ഇനി അറൂലിൻ്റെ മൂന്നാമത്തെ രൂപം മക്സൂഫത്തുൻ മൻഹൂക്കത്തുൻ. അതും മൻഹൂക്കത്ത് തന്നെയായിരിക്കും. അതായത് മുസ്തഫ്ഇലുൻ മഫ്ഊലാത്തു എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി മക്സൂഫത്തുൻ, കസ്ഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹദ്ഫു ആഖിരിൽ വത്ദിൽ മഫ്റൂഖ്, വത്ദിൽ മഫ്റൂഖിലെ അവസാനത്തെ കളയുന്നതിനെ കുറിച്ചാണ്. അതായത് മഫ്ഊലാത്തു എന്നുള്ള ആ ലാത്തു എന്നുള്ള വത്ദിൽ മഫ്റൂഖിലെ അവസാനത്തെ തായിനെ കളഞ്ഞ് മഫ്ഊലാ, അതായത് മഫ്ഊലുൻ എന്നുള്ള വസനിലാകുന്നതിനെ കുറിച്ചാണ് നമ്മൾ കസ്ഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു രൂപത്തിലാണ് അടുത്ത ബൈത്ത് വന്നിട്ടുള്ളത്. വ ബൈത്തുഹു, അതിൻ്റെ ബൈത്ത് വൈലും മിസാദിൻ സഅദ എന്നുള്ളതാണ് ആ ഒരു ബൈത്ത്. അപ്പോൾ അതൊന്ന് തഖ്തിഅ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. വൈലും മിസാ എന്നിവരെയുള്ള ആ സാക്കിനായിട്ടുള്ള ഐന് വരെയുള്ള ഭാഗത്തെ എന്തായിട്ട് നമുക്ക് കാണാവുന്നതാണ്? മുസ്തഫ്ഇലുൻ എന്നുള്ള വസനായിട്ട് കാണാം. അത് കഴിഞ്ഞിട്ട് ദിൻ സഅദൻ എന്നുള്ളതോ അത് നമുക്ക് മഫ്ഊലുൻ എന്നുള്ള രൂപത്തിലും കാണാവുന്നതാണ്. അപ്പോൾ ദിൻ സഅദൻ എന്നുള്ളത് കസ്ഫ് ബാധിച്ചിട്ടുള്ള മഫ്ഊലാത്തു എന്നുള്ള വസനാണ് എന്നർത്ഥം. ഓക്കെ, ഏതായാലും ഇവിടെ വൈലുമ്മി എന്നായിട്ടാണ് വായിക്കേണ്ടത്. അതായത് ഇവിടുത്തെയുള്ള ഹംസക്ക് ഉച്ചാരണമില്ല എന്നർത്ഥം. ഉമ്മ എന്നുള്ളിടത്ത് ആ ഹംസ നമ്മളിവിടെ ഉച്ചരിക്കരുത് എന്നുകൂടി ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഏതായാലും ഈ ഒരു ബൈത്തിലുള്ള ഖത്ഇൽ ആതിയത്തെ വദ്കുരി സിഹാഫ ഫിഹ എന്നുള്ള ഒരു വർക്ക് കാണാം. അതായത് മുൻസരിഹ എന്നുള്ള ബഹറിൽ വന്നിട്ടുള്ള 4 ബൈത്തുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അവയെല്ലാം മുൻസരിഹിൻ്റെ അതേ രൂപത്തിൽ തന്നെ നിങ്ങൾ തഖ്തിഅ ചെയ്ത് നോക്കേണ്ടതാണ്. ഓക്കെ, ആദ്യമായിട്ടുള്ള ബൈത്ത് വഅവദത്നി ഫീമാ തുഅവ്വിദുനി അൽമാഉ വിർദിൻ മാ കുൻതു അജ്സഉഹാ മാ ഹയ്യജ الشوق من مطوقة قامت على بانة تغنينا. അടുത്തത് യഖൂലു ലിർരിഹി കുല്ലമാ അസഫത് ഹല്ലകി യാ റീഹു ഫീ മുബാറാത്തി. ഇനി നാലാമത്തത് ളർബൻ ബികുല്ലി ബത്താർ അഹ്മദു റബ്ബിൽ ഫർദ. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 ബൈത്ത്, അപ്പോൾ ഈ 4 ബൈത്തുകളും വന്നിട്ടുള്ളത് മുൻസരിഹ് എന്നുള്ള ബഹറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ അത് നിങ്ങൾ ആ ഒരു ബഹറിനനുസരിച്ച് ഖത്അ ചെയ്ത് നോക്കേണ്ടതാണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് 11ാമത്തെ ബഹറാണ്. അൽ ഹാദി അഷറ, 11ാമത്തെ ബഹർ അൽ ഖഫീഫു. ഖഫീഫ് എന്നാണ് അതിൻ്റെ പേര്. വ അജ്സാഉഹു, ഖഫീഫ് എന്നുള്ള ബഹർ ഉണ്ടായിത്തീരുന്ന ജുസ്ഉകൾ ഫാഇലാത്തുൻ മുസ്തഫ്ഇലുൻ ഫാഇലാത്തുൻ മറതൈനി, 2 പ്രാവശ്യം ഫാഇലാത്തുൻ മുസ്തഫ്ഇലുൻ ഫാഇലാത്തുൻ ഫാഇലാത്തുൻ മുസ്തഫ്ഇലുൻ ഫാഇലാത്തുൻ എന്ന് പറയുന്നതിനെ കുറിച്ചാണ്, ആ രീതിയെക്കുറിച്ചാണ് നമ്മൾ ഖഫീഫ് എന്ന് പറയുന്നത് എന്നർത്ഥം. ഓക്കെ, ഇനി അതിൻ്റെ അറൂദുകളും ദർബുകളും. വ ആരിലുഹു സലാസത്തുൻ, ഈ ഖഫീഫ് എന്നുള്ള ബഹറിൽ വരുന്ന അറൂദുകൾ 3 രൂപത്തിൽ വരുന്നതാണ്. 1ാമത്തെ മിസ്റയിലെ അവസാനത്തെ ജുസ് 3 രൂപത്തിൽ വരുന്നതാണ്. വ അളുറുബുഹു ഖംസത്തുൻ, 2ാമത്തെ മിസ്റയിലെ അവസാനത്തെ ജുസ് 5 രൂപത്തിൽ വരുന്നതാണ്. ആ അറൂദിൻ്റെയും
ലൊർബിൻ്റെയും രൂപങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഉദാഹരണങ്ങളായിട്ടുള്ള ബൈത്തുകൾ എന്തൊക്കെയാണെന്നൊക്കെ അടുത്ത പേജിൽ നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, നമ്മൾ നേരത്തെ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ ഊല, സാനിയത്ത്, സാലിസത്ത് എന്ന് മുഅന്നസാക്കി പറയുന്നത് അറൂദിനെ സൂചിപ്പിക്കാനും അവ്വൽ, സാനി, സാലിസ് എന്നൊക്കെ മുദക്കറാക്കി പറയുന്നത് ലൊർബിനെ സൂചിപ്പിക്കാനുമായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് അൽ ഊല അറൂദിലെ ഒന്നാമത്തെ രൂപം സ്വഹീഹത്തുൻ, യാതൊരു പ്രശ്നവുമില്ലാത്ത ഫാഇലാത്തുൻ എന്ന് അതുപോലെ തന്നെയുള്ള അറൂദുകളായിരിക്കുമെന്നർത്ഥം. അൽ ഊല സ്വഹീഹത്തുൻ, ഒന്നാമത്തെ രൂപം സ്വഹീഹത്തായിട്ട് തന്നെയുള്ള അറൂദാണ്. വലഹ ലൊർബാനി, ഇങ്ങനെ വരുന്ന അറൂദിൻ്റെ കൂടെ രണ്ട് രൂപത്തിൽ ലൊർബുകൾ വരുന്നതാണ്. ഓക്കെ, അൽ അവ്വലു, ലൊർബിൻ്റെ ഒന്നാമത്തെ രൂപം മിസ്ലുഹ, അറൂദിനെ പോലെ തന്നെയാണ്, അതായത് സ്വഹീഹത്ത് തന്നെയായിരിക്കുമെന്നർത്ഥം. അതായത് ഫാഇലാത്തുൻ എന്ന് നമുക്ക് അതേപടി തന്നെ ലൊർബായിട്ട് കാണാവുന്നതാണ്. ഓക്കെ, വബൈത്തുഹു, ഇങ്ങനെ വരുന്ന ആ അറൂദിൻ്റെയും ലൊർബിൻ്റെയും ബൈത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹല്ല അഹ്ലി മാ ബൈന ദുർന ഫബാദൗ ലാ വഹല്ലത് ഉൽവിയത്തുൻ ബിസ്സിഖാലി എന്നുള്ള രൂപത്തിലാണ് അതിൻ്റെ ബൈത്ത് വരുന്നത്. അത് നമുക്കൊന്ന് തഖ്തിഅ ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് ഹല്ല അഹ്ലി, ഹല്ല അഹ്ലി എന്ന് വരെയുള്ള ഭാഗത്തെ ആദ്യത്തെ ഫാഇലാത്തുൻ എന്ന് നമുക്ക് കാണാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് മാ ബൈന ദുർ എന്ന് വരെയുള്ള ഭാഗത്തെ അടുത്ത മുസ്തഫ്ഇലുൻ എന്ന് കാണാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നാഫബാദൗ എന്നിവരെയുള്ള ഭാഗത്തെ അടുത്ത ഫാഇലാത്തുൻ എന്ന് സ്വഹീഹായിട്ട് തന്നെയുള്ള അറൂദായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മിസ്റാൾ ലാ വഹല്ലത്ത് എന്നിവരെയുള്ള ഭാഗത്തെ അടുത്ത ഫാഇലാത്തുൻ എന്ന് കാണാവുന്നതാണ്. അത് കഴിഞ്ഞ് ഉൽവിയത്തുൻ എന്നുള്ളത് അടുത്ത മുസ്തഫ്ഇലുൻ എന്ന് കാണാവുന്നതാണ്. ബിസ്സിഖാലി എന്നുള്ളത് ഫാഇലാത്തുൻ എന്ന് യാതൊരു കുഴപ്പവുമില്ലാത്ത ബഹറായിട്ട് ലൊർബായിട്ട് നമുക്ക് കാണാവുന്നതാണ് എന്നർത്ഥം. ഓക്കെ, ബിസ്സിഖാലി എന്നുള്ളിടത്ത് ആ ലാമിന് ശേഷം നമ്മൾ ബൈത്തിൽ ചൊല്ലാറുള്ള ആ യാ കൂടി സങ്കല്പിച്ചു കൊടുക്കണം. ഓക്കെ, ഏതായാലും ഇനി അടുത്തതൊന്ന് ശ്രദ്ധിക്കുക. വയൽഹഖുഹു തശ്ഈസു ജവാസൻ, എന്നാൽ ചിലപ്പോൾ ഇങ്ങനെ വരുന്ന അറൂദിൻ്റെയും ലൊർബിനോടുമൊപ്പം വയൽഹഖുഹു ഇത്തരത്തിലുള്ള ബൈത്തുകളോട് ചേർന്ന് വരാറുണ്ട്. തശ്ഈസ് ചേർന്ന് വരാറുണ്ട് ജവാസൻ, ജായിസാണ് എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇനി തശ്ഈസ് എന്ന് പറഞ്ഞാൽ എന്താ? വഹുവ തഗ്യീറു ഫാഇലാത്തുൻ ഇലാ സിനത്തി മഫ്ഊലുൻ, ഫാഇലാത്തുൻ എന്നുള്ള ഒരു ജുസ്ഇനെ മഫ്ഊലുൻ എന്നുള്ള വസനിലേക്ക് ആക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ തശ്ഈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വബൈത്തുഹു, അങ്ങനെ വന്നിട്ടുള്ള ഫാഇലാത്തുൻ എന്നുള്ളതിനെ മഫ്ഊലുൻ എന്നാക്കിയിട്ടുള്ള ബൈത്താണ്. ആ രണ്ട് ബൈത്തുകൾ താഴെ നൽകുന്നുണ്ട്. അതിലെ ഒന്നാമത്തെ ബൈത്തിലെ ലൊർബിൽ മാത്രമാണ് നമുക്ക് തശ്ഈസ് കാണാൻ കഴിയുന്നത്. ഫാഇലാത്തുൻ എന്നുള്ളതിനെ മഫ്ഊലുൻ എന്നുള്ള വസനിലേക്ക് ആക്കിയിട്ടുള്ളത്. ബാക്കിയുള്ള അതിൻ്റെ എല്ലാ ഭാഗങ്ങളും സ്വഹീഹത്തുൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഏതായാലും ആ ബൈത്തൊന്ന് പറഞ്ഞു നോക്കാം. ലൈസ മമ്മാത ഫസ്തറാഹ ബിമൈത്തിൻ ഇന്നമൽ മൈതു മയ്യിതുൽ അഹ്യാഇ ഇന്നമൽ മൈതു മൻ യഈശു കഈബാ കാസിഫം ബാലുഹു ഖലീലർ റജാഇ. ഓക്കെ, ഏതായാലും അതിനെ ഈ ഒരു ഖഫീഫ് എന്നുള്ള ബഹറിലേക്കാക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. നമുക്കത് പറയാം, അതിനെ തഖ്തിഅ ചെയ്യുമ്പോൾ അത് പറയാം. ഏതായാലും അതിനെ നമുക്കൊന്ന് തഖ്തിഅ ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ലൈസ മൻ മാ എന്നിവരെയുള്ള ഭാഗത്തെ നമുക്ക് ആദ്യത്തെ ഫാഇലാത്തുൻ എന്നായിട്ട് കാണാവുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് താഫസ്തറ എന്നുള്ളത് മുസ്തഫ്ഇലുൻ എന്നുള്ള രൂപത്തിൽ നമുക്ക് കാണാവുന്നതാണ്. അവിടെ ആ താഇന് ശേഷം ഒരു അലിഫ് കൂടി സങ്കല്പിക്കേണ്ടി വരും. നമ്മൾ ബൈത്ത് ചൊല്ലുമ്പോൾ അവിടെ ഒരു അലിഫ് വരാറുണ്ട്. ആ അലിഫ് അവിടെ നമ്മൾ സങ്കല്പിച്ചാൽ അവിടെ നമുക്ക് മുസ്തഫ്ഇലുൻ എന്ന് കാണാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഹാബിമൈത്തിൻ എന്നുള്ളത് എന്തായിട്ട് കാണാം? ഫാഇലാത്തുൻ എന്നും കാണാവുന്നതാണ്. ഓക്കെ, അവിടെയും ആ ഹാഇന് ശേഷം ഒരു അലിഫ് നമ്മൾ സങ്കല്പിച്ചു കൊടുക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് ഇന്നമൽ മൈ എന്നിവരെയുള്ള ആ സാക്കിനായിട്ടുള്ള യാ വരെയുള്ള ഭാഗത്തെ അവിടുത്തെ ഫാഇലാത്തുൻ എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് തൂമയ്യിത്തുൽ എന്നിവരെയുള്ള ആ സാക്കിനായിട്ടുള്ള ലാമ് വരെയുള്ള ഭാഗത്തെ അവിടുത്തെ മുസ്തഫ്ഇലുൻ എന്നും നമുക്ക് കാണാവുന്നതാണ്. അവിടെയും ആ താഇന് ശേഷം മൈതു എന്നുള്ള ആ താഇന് ശേഷം ഒരു വാവ് കൂടി സങ്കല്പിച്ചു കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് മുസ്തഫ്ഇലുൻ എന്നുള്ള രീതിയിൽ ലഭിക്കുന്നതാണ്. അത് കഴിഞ്ഞ് അഹ്യാഇ എന്നുള്ള ഭാഗം,
അഹ്യാഇ എന്നുള്ളിടത്താണ് ഫാഇലാത്തുൻ എന്നുള്ളതിനെ മഫ്ഊലുൻ എന്നുള്ള രൂപത്തിലേക്കാക്കിയിട്ടുള്ളത്. അതിന് അഹ്യാഇ എന്നുള്ളത് മഫ്ഊലുൻ എന്നുള്ള വസനിലാണ് വന്നിട്ടുള്ളത്. അതിനെക്കുറിച്ചാണ് നമ്മൾ തശ്ഈസ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ആ ഹംസക്ക് ശേഷം നമ്മൾ സാധാരണ ബൈത്തിൽ ചൊല്ലാറുള്ള യാ കൂടി സങ്കല്പിച്ച് കൊടുക്കണം കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇന്നമൽ മൈ, അടുത്ത ബൈത്തിലെ ഇന്നമൽ മൈ എന്ന് വരെയുള്ള ഭാഗത്തെ അടുത്ത ഫാഇലാത്തുൻ എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് തൂമയ്യഇ എന്ന് വരെയുള്ള ഭാഗത്തെ മുസ്തഫ്ഇലുൻ എന്ന് നമുക്ക് കാണാവുന്നതാണ്. അവിടെയും ആ താഇന് ശേഷം മൈതു എന്നുള്ള ആ താഇന് ശേഷം ഒരു വാവിനെ നമ്മൾ സങ്കല്പിച്ച് കൊടുക്കേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് ഷൂക ഈബ എന്നുള്ളത് അടുത്ത ഫാഇലാത്തുൻ എന്ന് നമുക്ക് കാണാവുന്നതാണ്. ആ ഷീനിന് ശേഷം ഒരു വാവ് കൂടി നമ്മൾ സങ്കല്പിച്ച് കൊടുക്കണമെന്നർത്ഥം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കാസിഫംബ എന്ന് വരെയുള്ള ആ അലിഫ് വരെയുള്ള ഭാഗത്തെ അടുത്ത ഫാഇലാത്തുൻ എന്ന് നമുക്ക് കാണാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ലൂഹു ഖലി എന്ന് വരെയുള്ള ആ സാക്കിനായിട്ടുള്ള യാ വരെയുള്ള ഭാഗത്തെ നമുക്ക് അടുത്ത മുസ്തഫ്ഇലുൻ എന്നും കാണാവുന്നതാണ്. ഇവിടെ ഒന്ന് സങ്കല്പിക്കണം, എന്താണെന്ന് വെച്ചാൽ ആ ലാമിൻ്റെ ശേഷവും ആ ഹാഇന് ശേഷവും ഒരു വാവിന് നമ്മൾ സങ്കല്പിച്ച് കൊടുക്കണം. അങ്ങനെ നീട്ടിക്കൊണ്ടാണ് നമ്മൾ ആ ബൈത്ത് പാടേണ്ടത് എന്നർത്ഥം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ലർറജാഇ എന്നിവരെയുള്ള ആ അവസാനത്തെ ഭാഗത്തെ ഫാഇലാത്തുൻ എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് തശ്ഈസിനായിട്ട് വന്നിട്ടുള്ള ഫാഇലാത്തുൻ എന്നുള്ള വസിനിനെ മഫ്ഊലുൻ എന്നുള്ള രൂപത്തിലേക്കാക്കി വന്നിട്ടുള്ള ബൈത്തിനുള്ള ഉദാഹരണമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ രണ്ട് ബൈത്തിലെ ആദ്യ ബൈത്തിലെ ലൊർബിൽ മാത്രമാണ്. അഹ്യാഇ എന്നുള്ളിടത്ത് മഫ്ഊലുൻ എന്നുള്ള രൂപത്തിലാണ് അത് വന്നിട്ടുള്ളത് എന്നർത്ഥം. ഓക്കെ, ഏതായാലും ഈ ഒരു ബൈത്ത് നിങ്ങൾ തഖ്തിഅ ചെയ്യുന്നത് ശ്രദ്ധിക്കണം. ഇവിടെ പലയിടത്തുമായിട്ട് പല ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളും ചേർത്തി കൊടുക്കുവാനുണ്ട്. അപ്പോൾ മാത്രമേ ഈ ബൈത്ത് നമുക്ക് ഈ ഖഫീഫ എന്നുള്ള ബഹറിലേക്കായിട്ട് ലഭിക്കുകയുള്ളൂ എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ ഖഫീഫ് എന്നുള്ള ബഹറിലെ ഒരു അറൂലും ലൊർബും നമ്മൾ എങ്ങനെയാണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് അസാനി അറൂല് ഫാഇലാത്തുൻ എന്നുള്ള രൂപത്തിൽ സ്വഹീഹത്തായിട്ട് തന്നെ വരുമ്പോഴുള്ള ലൊർബിൻ്റെ രണ്ടാമത്തെ രൂപം മഹ്ദൂഫുൻ ഹദ്ഫ് ബാധിച്ചതായിരിക്കും. ഓക്കെ, അപ്പോൾ ഹദ്ഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് ഇസ്ഖാത്തു സബബിൻ ഖഫീഫിൻ. ഫാഇലാത്തുൻ എന്നുള്ള ആ ജുസ്ഇലെ അവസാനത്തെ തുൻ എന്നുള്ള സബബുൻ ഖഫീഫിനെ കളയുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഹദ്ഫ് എന്ന് പറയുന്നത്. ഫാഇലാത്തുൻ എന്നുള്ളതിന് തുൻ എന്ന് കളഞ്ഞാൽ അത് ഫാഇല എന്നുള്ള രൂപത്തിലാകും, ഫാഇലുൻ എന്നുള്ള വസനിലാകും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബൈത്താണ് അടുത്തത് പറയുന്നത്. അസാനി മഹ്ദൂഫുൻ ഹദ്ഫ് ബാധിച്ചതായിരിക്കുന്ന ലൊർബായിരിക്കും. വ ബൈത്തുഹു, അങ്ങനെ വന്നിട്ടുള്ള ബൈത്ത് എന്താണ്? ലൈത ശഅരി ഹൽ സുമ്മ ഹൽ ആതിയൻഹും അം യഹൂലൻ മിൻ ദൂനി ദാകറദ എന്നുള്ള രൂപത്തിലാണ് ആ ബൈത്ത് വന്നിട്ടുള്ളത്. അതിനെ നമുക്കൊന്ന് തഖ്തിഅ ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ലൈത ശഅരി എന്ന് വരെയുള്ള സാക്കിനായിട്ടുള്ള യാ വരെയുള്ള ഭാഗത്തെ ഫാഇലാത്തുൻ എന്നായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഹൽ സുമ്മ ഹൽ എന്നുള്ള ആ ഒരു ഭാഗത്തെ മുസ്തഫ്ഇലുൻ എന്നുള്ള രൂപത്തിൽ കാണാവുന്നതാണ്. ആതിയൻഹും എന്നുള്ളത് ഫാഇലാത്തുൻ എന്നുള്ള രൂപത്തിലും കാണാവുന്നതാണ്. അതായത് ഇവിടുത്തെ അറൂല് വന്നിട്ടുള്ളത് സ്വഹീഹത്തായിട്ടുള്ള രൂപത്തിൽ തന്നെയാണ് എന്നർത്ഥം. ഓക്കെ, അത് കഴിഞ്ഞ് അം യഹൂലൻ എന്നുള്ളതും ഫാഇലാത്തുൻ എന്ന് കാണാവുന്നതാണ്. മിൻദൂനിദ എന്നുള്ളത് മുസ്തഫ്ഇലുൻ എന്നുള്ള രൂപത്തിൽ കാണാം. അത് കഴിഞ്ഞിട്ട് കറദ എന്നുള്ള അടുത്ത് ശ്രദ്ധിക്കണം. അതാണ് ഇവിടുത്തെ ഫാഇലുൻ എന്നുള്ള രൂപത്തിൽ വന്നിട്ടുള്ളത്. ഹദ്ഫ് ബാധിച്ചിട്ടുള്ള ഫാഇലാത്തുൻ എന്നുള്ള വസനാണ് എന്നർത്ഥം. അപ്പോൾ കറദ എന്നുള്ളിടത്ത് ആ ലൊർബിനെ നമുക്ക് എന്തായിട്ട് തന്നെ കാണാം, അവിടെ ഹദ്ഫ് സംഭവിച്ചിട്ടുള്ള ലൊർബായിട്ട് ഫാഇലുൻ എന്നുള്ള വസനിലായിട്ട് കാണാവുന്നതാണ് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് അറൂലിൻ്റെ രണ്ടാമത്തെ രൂപമാണ് അസാനിയത്തു മഹ്ദൂഫത്തുൻ. ഹദ്ഫ് ബാധിച്ചിട്ടുള്ള അറൂലായിരിക്കുമെന്നർത്ഥം. ഇപ്പോൾ ഇതുവരെ നമ്മൾ ഹദ്ഫ് ബാധിച്ച ലൊർബിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി അറൂൽ തന്നെ ഫാഇലുൻ എന്നുള്ള വസനിലായിരിക്കും ഇനി വന്നിട്ടുണ്ടാവും. ഓക്കെ, ലൊർബുഹാ മിസ്ലുഹ, അതിൻ്റെ ലൊർബും വരുന്നത് അതേ രൂപത്തിലാണ്, ഫാഇലുൻ എന്നുള്ള വസനിൽ തന്നെയാണ്. വ ബൈത്തുഹു, ഇങ്ങനെയുള്ള അറൂലിൻ്റെയും ലൊർബും വന്നിട്ടുള്ള ഒരു ബൈത്താണ് അടുത്തത്. ഇൻ ഖദർന യൗമൻ അലാ ആമിലിൻ നൻതസിഫ് മിൻഹു ഔ നദഉഹു ലക്കും എന്നുള്ള ബൈത്താണ് അതിൻ്റെ ഉദാഹരണമായിട്ട് വന്നിട്ടുള്ളത്. അത് നമുക്കൊന്ന് തഖ്തിഅ ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ഇൻ ഖദർന എന്നുള്ളത് ഫാഇലാത്തുൻ എന്ന രൂപത്തിൽ നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട്
യൗമൻ അല എന്നുള്ളത് മുസ്തഫ്ഇലുൻ എന്നുള്ള രൂപത്തിലും കാണാവുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ആമിരിൻ എന്നുള്ളതാണ് ഫാഇലുൻ എന്നുള്ള വസനിൽ വന്നിട്ടുള്ളത്. അതായത് ഹദ്ഫ് ബാധിച്ചിട്ടുള്ള ഫാഇലാത്തുൻ എന്നുള്ള വസനാണ് ഇവിടുത്തെ അറൂലായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞ് രണ്ടാമത്തെ മിസ്രാൻ നോക്കാം. നൻതസിഫ് മിൻ, ആ സാക്കിനായിട്ടുള്ള നൂന് വരെയുള്ള ഭാഗം, നൻതസിഫ് മിൻ എന്നിവരെയുള്ള ഭാഗമാണ് ഫാഇലാത്തുൻ എന്നുള്ള രൂപത്തിൽ വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഹു ഔ നദാ, ഹു ഔ നദാ എന്നിവരെയുള്ള സാക്കിനായിട്ടുള്ള ഐന് വരെയുള്ള ഭാഗത്തെ മുസ്തഫ്ഇലുൻ എന്നുള്ള രൂപത്തിലും കാണാവുന്നതാണ്. അവിടെ അമിൻ ഹു എന്നുള്ള ആ ഹാഇന് ശേഷം ഒരു വാവ് കൂടി നമ്മൾ സങ്കല്പിച്ചു കൊടുക്കേണ്ടി വരുമെന്നർത്ഥം. ഓക്കെ, അത് കഴിഞ്ഞ് ഹൂലക്കും, ഹൂലക്കും എന്നുള്ളിടത്താണ് ഫാഇലുൻ എന്നുള്ള വസന് കാണാൻ കഴിയുന്നത്. അതായത് ഇവിടുത്തെ ലൊർബും വന്നിട്ടുള്ളത് ഫാഇലുൻ എന്നുള്ള വസനിലാണ്. അതായത് ഹദ്ഫ് ബാധിച്ചിട്ടുള്ള ഫാഇലാത്തുൻ എന്നുള്ള ജുസ് ആണ് എന്നർത്ഥം. ഓക്കെ, അവിടെയും ഫാഇലുൻ എന്ന് ലഭിക്കാൻ നദഉഹു എന്നുള്ള ആ ഹാഇന് ശേഷം നമ്മൾ എന്ത് സങ്കല്പിക്കണം? ഒരു വാവ് കൂടി സങ്കല്പിച്ചു കൊടുക്കണം. ഇനി അടുത്തത് നോക്കാം. അസാലിസത്തു, ഇനി ഖഫീഫ് എന്നുള്ള ബഹറിലെ അറൂൽ വരുന്ന മൂന്നാമത്തെ രൂപം മജ്സൂഅത്തുൻ സ്വഹീഹത്തുൻ. ഓക്കെ, മജ്സൂഅത്ത് എന്നാൽ എന്താണ് എന്ന് നമുക്കറിയാവുന്നതാണ്. അതായത് ആദ്യത്തെയും രണ്ടാമത്തെയും മിസ്രയിലെ അവസാനത്തെ ജുസ് കളയുന്നതിനെ കുറിച്ചാണ്. അതായത് ഈ ബഹർ ഫാഇലാത്തുൻ മുസ്തഫ്ഇലുൻ, ഫാഇലാത്തുൻ മുസ്തഫ്ഇലുൻ എന്നുള്ള രൂപത്തിലാകുന്നതിനെ കുറിച്ചാണ് നമ്മൾ മജ്സൂഅത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം അറൂലും ലർബും മുസ്തഫ്ഇലുൻ എന്നുള്ള ജുസ് ആയിരിക്കുമെന്നർത്ഥം. ഓക്കെ, അപ്പോൾ അസാലിസത്തു മജ്സൂഅത്തുൻ സ്വഹീഹത്തുൻ, അതിലുള്ള അറൂൽ സ്വഹീഹത്തായിരിക്കും. അതായത് മുസ്തഫ്ഇലുൻ എന്ന് അങ്ങനെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഓക്കെ, ഏതായാലും ഇങ്ങനെ വരുന്ന ഒരു അറൂലിനോടൊപ്പം വലഹ ലൊർബാനി, 2 ലൊർബുകൾ വരാറുണ്ട്. അവസാനത്തെ മിസ്രയിലെ അവസാനത്തെ ജുസ്, അതായത് മുസ്തഫ്ഇലുൻ എന്നുള്ള ജുസ് തന്നെ 2 രൂപത്തിൽ വരാറുണ്ട് എന്നർത്ഥം. അൽ അവ്വലു, ഒന്നാമത്തെ ലൊർബിൻ്റെ രൂപം മിസ്ലുഹ, അറൂലിനെ പോലെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ മുസ്തഫ്ഇലുൻ എന്ന് സ്വഹീഹത്തായിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. വ ബൈത്തുഹു, അതിൻ്റെ ബൈത്ത് നമുക്കൊന്ന് നോക്കാം. ലൈത ഷെഅരി മാദാ തറ ഉമ്മു അംരിൻ ഫി അംരിന എന്നുള്ളതാണ് ആ ബൈത്ത് വരുന്നത്. അതിനെ തഖ്തിഅ ചെയ്ത് നോക്കിയാൽ അത് നമുക്ക് സ്വഹീഹത്ത് തന്നെയാണെന്ന് കണ്ടെത്താൻ കഴിയും. ഏതായാലും ലൈത ഷെഅരി എന്നിവരെയുള്ള ഭാഗം ആദ്യത്തെ ഫാഇലാത്തുൻ എന്ന രൂപത്തിൽ കാണാവുന്നതാണ്. മാദാ തറ എന്നുള്ളത് മുസ്തഫ്ഇലുൻ എന്നുള്ള രൂപത്തിലും കാണാവുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ഉമ്മു അംരിൻ എന്നുള്ളത് ഫാഇലാത്തുൻ എന്ന രൂപത്തിലും ഫി അംരിന എന്നുള്ളത് മുസ്തഫ്ഇലുൻ എന്നുള്ള രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സ്വഹീഹത്തായിട്ട് തന്നെയാണ് അവിടെ അറൂലും ലൊർബുമൊക്കെ വന്നിട്ടുള്ളത്. പക്ഷേ ഒരു മജ്സൂഅത്തായി എന്ന് മാത്രം. അതായത് 2 മിസ്രയിലെയും അവസാനത്തെ ജുസ് കളയപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്തത് അസാനി, ലൊർബിൻ്റെ രണ്ടാമത്തെ രൂപം മജ്സൂഉൻ. മജ്സൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവസാനത്തെ ജുസ് കളയപ്പെട്ടതായിരിക്കും. ഫാഇലാത്തുൻ മുസ്തഫ്ഇലുൻ എന്നുള്ള രൂപത്തിലായിരിക്കും അത് വന്നിട്ടുണ്ടാവുക. അതുപോലെ തന്നെ മഹ്ബൂനുൻ, ഖബിന് ബാധിച്ചതായിരിക്കും. ഖബിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് ഹദ്ഫു സാനി സാക്കിൻ, സാക്കിനായിട്ടുള്ള രണ്ടാമത്തെ ഹർഫിനെ കളയുന്നതിനെ കുറിച്ചാണ്. മുസ്തഫ്ഇലുൻ എന്നുള്ളതിനെ മുതഫ്ഇലുൻ എന്നാക്കുന്നതിനെ കുറിച്ചാണ്. അതായത് മഫാഇലുൻ എന്നാക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ഖബന് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഖബന് ബാധിച്ചതായിരിക്കും, മഫാഇലുൻ എന്നായതായിരിക്കും എന്ന് മാത്രമല്ല മഖ്സൂറുൻ, ഖസ്ർ ബാധിച്ചതുമായിരിക്കും. ഖസ്ർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹദ്ഫു സാക്കിനി സബബിൽ ഖഫീഫി വ ഇസ്കാനു മുതഹല്ലിക്കിഹി. ഓക്കെ, സബബുൽ ഖഫീഫിലെ അവസാനത്തെ സാക്കിനായിട്ടുള്ള ഹർഫിനെ കളയുകയും അതിനു മുമ്പുള്ള മുതഹരിക്കായിട്ടുള്ള ഹർഫിന് സുക്കൂൻ നൽകുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ്. അതായത് മഫാഇലുൻ എന്നാണ് ഇപ്പോൾ നമ്മുടെ ഖബിന് ബാധിച്ചിട്ടുള്ള മുസ്തഫ്ഇലുൻ എന്നുള്ള വസനായിട്ടുള്ളതല്ലേ എന്ന് മാത്രമല്ല മഫാഇലുൻ എന്നുള്ളിടത്ത് അവസാനത്തെ ലുൻ എന്നുള്ളിടത്ത് ആ നൂന് കളയുകയും ആ ലാമിന് സുക്കൂൻ നൽകുകയും ചെയ്ത് മഫാഇൽ എന്നുള്ള രൂപത്തിൽ, അതായത് ഫഊലുൻ എന്നുള്ള വസനിലായിരിക്കും അതിലെ ലൊർബ് വന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബൈത്താണ് വ ബൈത്തുഹു. അതിൻ്റെ ബൈത്ത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ കുല്ലു ഖത്തിബിൻ ഇല്ലം തകു നൂഗലിബുത്തും യസീറുൻ എന്നുള്ളതാണ് ആ ബൈത്ത് വരുന്നത്. അതിനെ തഖ്തിഅ ചെയ്തെന്ന് നോക്കാം. ആദ്യമായിട്ട് കുല്ലു ഖത്തിബിൻ എന്നുള്ളത് ആദ്യത്തെ ഫാഇലാത്തുൻ എന്നുള്ള രൂപത്തിൽ കാണാവുന്നതാണ്. ഇല്ലം തകു എന്നുള്ളത് മുസ്തഫ്ഇലുൻ എന്നുള്ള രൂപത്തിൽ, അതായത് സ്വഹീഹത്തായിട്ട് തന്നെയുള്ള അറൂലായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നൂഗലിബുത്തും എന്നുള്ള ഭാഗത്തെ ഫാഇലാത്തുൻ എന്നുള്ള രൂപത്തിൽ നമുക്ക്
കാണാം. അത് കഴിഞ്ഞിട്ട് യസീറുൻ എന്നുള്ളിടത്ത് ഫഈലുൻ അല്ല ഫഊലുൻ എന്നുള്ള രൂപത്തിൽ, അതായത് ഖബനും ഖസ്റും ബാധിച്ചിട്ടുള്ള മുസ്തഫ്ഇലുൻ എന്നുള്ള വസനായിട്ട് നമുക്ക് അവിടുത്തെ ലൊർബ് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ ഖഫീഫ് എന്നുള്ള ബഹറിനെ കുറിച്ചും അതിൽ വരുന്ന വ്യത്യസ്തമായിട്ടുള്ള അറുളുകളെയും ലൊർബുകളെയും കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി ഖഫീഫ് എന്നുള്ള ബഹറിൽ വന്നിട്ടുള്ള ചില ബൈത്തുകളാണ് ഇതിന് താഴെ തഖ്തിഅ ചെയ്യാനായിട്ട് പറയുന്നത്. ഖത്ഇഉൽ അബയാത്തൽ ആതിയത, താഴെയുള്ള ബൈത്തുകൾ എന്ത് ചെയ്യണം, നിങ്ങൾ തഖ്തിഅ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് ലൈത മാ ഫാത മിൻ ശബാബി യഊദു കൈഫ വശൈബു കുല്ല യൗമിൻ യസീദു. രണ്ടാമത്തേത് സ്വറമത്ക അസ്മാഉ ബഅദ വിസാലി ഹാ ഫഅസ്ബഹ്ത മുക്തഇബൻ ഹസീന. ഓക്കെ, മൂന്നാമത്തേത് വൽ മനായ മാ ബൈന സാരിൻ വഗാദിൻ കുല്ലു ഹയ്യിൻ ഫീ ഹബ്ലിഹാ അലിഖുൻ. നാലാമത്തേത് ബൈനമാ ഹുന്ന ബിൽ അറാക്കി മഅൻ ഇദ് അതാ റാകിബുൻ അലാ ജമലിഹ്. ഓക്കെ, അപ്പോൾ ഈ 4 ബൈത്തുകളും നിങ്ങൾ തഖ്തിഅ ചെയ്ത് നോക്കണം. ഖഫീഫ് എന്നുള്ള ബഹറിലാണ് ഇവ വന്നിട്ടുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.